അധ്യായം 23. ഹോയ ചെടികൾ വാക്സ് പ്ലാന്റുകൾ എന്നും അറിയപ്പെടുന്നു. ഇവയുടെ കട്ടിയുള്ളതും മെഴുകുപോലെയുള്ളതുമായ ഇലകളും നക്ഷത്രരൂപത്തിലുള്ള മനോഹരമായ പൂക്കളും ഇതിനെ പ്രിയങ്കരമാക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലുമാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഹോയ ചെടികൾക്ക് തിളക്കമുള്ള നേരിട്ടല്ലാത്ത സൂര്യപ്രകാശം ആവശ്യമാണ്. അമിതമായി നനയ്ക്കുന്നത് ഒഴിവാക്കണം. ഇത് വേരുകൾ അഴുകിപ്പോകാൻ കാരണമാകും. ഏകദേശം 60% ഈർപ്പമുള്ള സ്ഥലമാണ് ഹോയ ചെടികൾക്ക് ഏറ്റവും അനുയോജ്യം. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഹോയയ്ക്ക് വേണ്ടത്. ഹോയ ചെടികൾക്ക് കൂടുതൽ വളം ആവശ്യമില്ല. ഹോയ ചെടിയുടെ നീളമുള്ള ഇലകളില്ലാത്ത തണ്ടുകൾ മുറിച്ചു മാറ്റരുത്. വേരുകൾക്ക് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ചട്ടിയാണ് ഹോയയ്ക്കിഷ്ടം. ഹോയയുടെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം സ്റ്റെം കട്ടിങ്ങുകൾ ഉപയോഗിക്കുക എന്നതാണ്. ഹോയ ചെടികൾ വളർത്തുമൃഗങ്ങൾക്ക് സുരക്ഷിതമാണ്. ഹോയ ചെടികൾക്ക് ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെടികൾക്ക് കൃത്യമായ അളവിൽ വളം നൽകുന്നത് പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും. മണ്ണ് ഉണങ്ങിയതിനു ശേഷം മാത്രം നനയ്ക്കുക. നല്ല നീർവാർച്ചയുള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുക. പൂക്കൾ കൊഴിഞ്ഞ ശേഷം ചെടി പ്രൂൺ ചെയ്യുന്നത് പുതിയ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും. ഹോയ ചെടികൾക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ആവശ്യം. ഹോയ ചെടികൾക്ക് അനുയോജ്യമായ പോട്ടിംഗ് മിക്സാണ് ഓർക്കിഡ് ബാർക്ക് അല്ലെങ്കിൽ കോക്കോ ചിപ്സ്, പെർലൈറ്റ് എന്നിവയുടെ മിശ്രിതം. ഹോയ വർഗത്തിൽ നിരവധി ഇനങ്ങളും ഉപയിനങ്ങളുമുണ്ട്. അതിൽ ചില പ്രശസ്തമായവ താഴെ കൊടുക്കുന്നു. ഹോയ കാർനോസ. ഇത് ഏറ്റവും സാധാരണമായ ഹോയ ഇനമാണ്. ഇതിന് നീളമുള്ള വള്ളികളും കട്ടിയുള്ള മെഴുകുപോലെയുള്ള പച്ച ഇലകളും ഉണ്ടാകും. ചിലപ്പോൾ ഇലകളിൽ വെളുത്ത പുള്ളിക്കുത്തുകൾ കാണാം. ക്രിംസൺ ക്വീൻ. ഇലകളുടെ അറ്റത്ത് വെള്ള അല്ലെങ്കിൽ പിങ്ക് നിറം. ക്രിംസൺ പ്രിൻസസ്. ഇലകളുടെ മധ്യത്തിൽ വേരിഗേഷൻ എന്നിവ പ്രശസ്തമായ ഉപയിനങ്ങളാണ്. ഹോയ കെറി. കട്ടിയുള്ള ഹൃദയാകൃതിയിലുള്ള ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. വാലന്റൈൻസ് ഡേ സമയത്ത് ഒരു ഇല മാത്രം വിൽക്കുന്നത് കാണാൻ കഴിയും. ഹോയ ഓസ്ട്രലീസ്. എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതും ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളുള്ളതുമായ ഒരു ഹോയയാണിത്. ഹോയ പ്യൂബിക്കാലിക്സ്. നീളമുള്ള കുന്തത്തിന്റെ ആകൃതിയിലുള്ള ഇലകളുണ്ട്. ഇതിൽ വെള്ളി നിറത്തിലുള്ള പുള്ളിക്കുത്തുകളും കാണാം. ഇതിന്റെ കടുത്ത നിറമുള്ള പൂക്കൾ വളരെ മനോഹരമാണ്. ഹോയ ഒബോവറ്റ. ഇതിന് വലിയതും വൃത്താകൃതിയിലുള്ളതുമായ സ്പ്ലാഷസ് ഉള്ള ഇലകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഉദ്യാനത്തിൽ ഒരു ഹോയ പ്ലാന്റ് വളർത്തുന്നത് വളരെ നന്നായിരിക്കും. Like, share, and subscribe. Thank you.